സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ലോകം ചാരാതീരം അന്ധകാരമൊരു പാടം നിലവിളിച്ചപ്പൂവാലൻ മറയുന്നു താണു നിശ്വാസനീരം कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठ गोविन्द उत्तिष्ठ ഈശ്വരാ ഭഗവാനെ, ഈശ്വരാ ഭഗവാനെ രക്ഷിക്കണേ. അയ്യോ, എന്റെ ഗുളികയൊക്കെ തീർന്നോ? അയ്യോ, എന്റെ ഗുളിക ഇതെവിടെ പോയി? ഇതാരെടുത്ത് എന്റെ ഗുളിക കഴിച്ചേ? എന്റെ ഗുളിക ഈശ്വര ചതിച്ചല്ലോ. ഓ, താരണാവ് എന്റെ ഗുളിക എടുത്ത് കഴിച്ച്. എന്റെ ഗുളിക ഇതാരണാവ് എന്റെ ഗുളിക എടുത്ത് കഴിച്ച് താരണാവോ? എന്റെ ഗുളിക എന്റെ ഗുളിക
കഴിച്ചു. പുളിയന വട്ടപ്പറമ്പ് ബ്രഹ്മപുരം വട റേസ്. ടിക്കറ്റ്. ഒരു ബ്രഹ്മപുരം, ചേട്ടാ വലിയ ഉപകാരം. ഓ ആ ബ്രഹ്മപുരം എറണാകുളം ഇറങ്ങ്. ആ പോട്ടെ റൈറ്റ്. ആ പോവാ. അഹാന ബിൻസൻ, മോൾക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. വാ. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട മമ്മി, എനിക്ക് പേടിയാ. അങ്ങനെ പറയല്ലേ മോളെ, ഇഞ്ചക്ഷൻ എടുത്താലല്ലേ പനി മാറുള്ളൂ. എനിക്ക് പേടിയാ. മാറണ്ടേ? എനിക്ക് വേണ്ട. മമ്മി മോൾക്ക് മോളുടെ ഫേവറേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു തരാം കേട്ടോ. ഇനി വന്നേ മോനെ, കുറുമ്പ് കളിക്കാതെ ഇവിടെ വന്നിരുന്നേ. പീയൂഷ് പി ഡോക്ടറെ വിളിക്കുന്നു. ഓ ആ പീയൂഷേ. ആ ഡോക്ടറെ
ഡോക്ടർ എന്റെ ഗുളികൾ കാണാനില്ല. ഒരു മാസത്തേക്കുള്ള മരുന്ന് ഇവിടുന്ന് തന്നു വിട്ടതാണല്ലോ പീയൂഷേ. അത് ശരിയാ, ഞാൻ ഇന്നലെ ഒരു ഗുളികൾ കഴിച്ചതാ. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോ ഒരു ഗുളികയില്ല. എന്റെ ബലമായ സംശയേ ഡോക്ടറിന് വന്നേ. ഒരു രഹസ്യ അടും പറയില്ലേട്ടാ. ഈ പല്ലിയും പാറ്റയും പാമ്പൊക്കെ ഇല്ലേ, ഈ കുട്ടികൾ എന്റെ ഗുളിക എടുത്ത് കഴിച്ചിട്ടുണ്ട്. സത്യമായിട്ടും ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഉവ്വ മനസ്സിലായി. മരുന്ന് മുടങ്ങിയിട്ട് കുറെ ദിവസമായി അല്ലേ? ഞാൻ പലതവണ പീയൂഷിനോട് പറഞ്ഞിട്ടുണ്ട് മരുന്ന് മുടങ്ങരുത്. മരുന്ന് മുടങ്ങിയാൽ പലതരത്തിലുള്ള ഹാലുസിനേഷനുകൾ ഉണ്ടാകും. കൃത്യമായി 3 നേരം നിർബന്ധമായി മരുന്ന് കഴിക്കും. ഇപ്പൊ ഞാൻ 1 മാസത്തേക്കുള്ള മരുന്ന് എഴുതാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് കാണണം കേട്ടോ. സിസ്റ്ററെ, മരുന്ന് ഫാർമസിയിൽ നിന്ന് മേടിച്ചോളൂ കേട്ടോ. പീയൂഷേ, അവിടെ ഇരുന്നോളൂ. പീയൂഷ് പി. ഓ ഭഗവാനെ, ആശ്വാസായി. ഞാൻ വിചാരിച്ചു കൊടുത്ത ഗുളികളും മരുന്നുകളൊക്കെ മോഷണം പോയിട്ടുണ്ടാവുന്നു. സിസ്റ്റർ ഇങ്ങോട്ട് വന്നേ, ഒരു രഹസ്യം പറയാനുണ്ട്. ഇങ്ങോട്ട് വന്നേ. ഇവിടുത്തെ ഗുളികളും മരുന്നുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. എന്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ചോട്ട് പോയ ഗുളിയും മരുന്നൊക്കെ മോഷണം പോയി സിസ്റ്ററെ. എന്റെ ബലമായ സംശയേ ഈ പല്ലിയും പാറ്റയും പാമ്പൊക്കെ ഇല്ലേ, ഈ വീട്ടുകൾ കട്ട് തിന്നതാന്നാ. ഒന്ന് സൂക്ഷിച്ചോളൂ, സൂക്ഷിച്ചാ നോക്കിക്കണ്ട. പീഷേ, ഇതൊരു മാസത്തേക്കുള്ള ഗുളികയാണ് കേട്ടോ. രാവിലെ ഭക്ഷണത്തിന് ശേഷം, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം, വൈകിട്ട് ഭക്ഷണത്തിന് ശേഷം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ വന്ന് കാണണം. ഞാൻ ഏറ്റു. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ, ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ പോണോ? കൃഷ്ണേട്ടാ, ഒരു ചായ. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂടാം. ആ, ഇതാരെ പീയൂഷ? കുറച്ചു നാളായി വഴിക്ക് കണ്ടിട്ട്. ഇത് എവിടെയായിരുന്നു? അതെ, കുറച്ചു നാളായിട്ട് വരാതിരുന്നായിരുന്ന കാണാതിരുന്ന. നീ എന്തൊട്ട് പീയൂഷി കാണിക്കണേ? ഞാനെങ്ങാനും നിന്റെ ചായയില് ബോംബെങ്ങാനിട്ടുണ്ടോ? ചേട്ടൻ അങ്ങനെ പറയാം. ഇതിൽ വല്ല പാമ്പോ പഴുതാരിയോ പല്ലി എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിലേ ഇത് കുടിക്കുമ്പോ അയച്ചങ്ങൾ പിടിച്ചതിനെ കടിച്ച് ഞാൻ ചത്തുപോയ ആര് സമാനം പറയും? നല്ല ചായ. ശരി, 10-40 വർഷമായി ഞാൻ ചായ അടിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല ചായ കൊള്ളൂലെന്ന്. ചോദിച്ചു നോക്ക്. എടാ പീയൂഷേ, എന്റെ പറ്റകാശ് തന്നില്ലല്ലോടാ. കൃഷ്ണേട്ടാ, ചായയുടെ കാശ് പറ്റിലെഴുതിക്കോട്ടാ. എടാ പീയൂഷേ, എന്റെ പറ്റകാശ് തന്നിട്ട് പോടാ. മോനെ, എന്തെങ്കിലും തന്നിട്ട് പോടാ. പാർവതി, എന്താ? ഓരോ ദിവസം പത്രം വായിക്കുമ്പോ പേടിയാവുക. എന്തു കൂട്ടം വാർത്തകളാ. അതില് പലതും പേടിപ്പിക്കണത്. പീഡനങ്ങള്, കൊലപാതകങ്ങള്, മരണങ്ങള്. ഹോ വയ്യ. കൊല്ലം നഗരത്തിലെ സമ്പന്ന കുടുംബത്തിലെ സ്വന്തം ആങ്ങളയെ പെങ്ങൾ തലക്കടിച്ചു കൊന്നു. സ്വത്ത് തർക്കമാണ് കാരണം. ഇവിടെ 2 ഉണ്ട്. വെറുതെ കൊതിപ്പിക്കാന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? ബുദ്ധിസ്ഥിരതയില്ലാന്ന് കരുതി എന്റെ ആകെയുള്ള ഒരു ആങ്ങളെ ഞാൻ തലക്കടിച്ച് കൊല്ലണോ? എന്ത് ക്രൂരനാ നിങ്ങള്. നിനക്കങ്ങനെ പറയാം. നമുക്കേ പെൺമക്കള് 4. ഇന്നത്തെ കാലത്തെ അവരെ കെട്ടിച്ചയക്കണെങ്കിലേ കയ്യില് കോടികൾ വേണം. നിന്റെ അനിയനെ ഒരു ബോധമില്ല, വെളിവുമില്ല. ആര് പെണ്ണു കൊടുക്കാനവന്? അവനെന്തിന് ഈ പൂസത്തൊക്കെ?
അത് എനിക്കും നിനക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിങ്ങൾ എന്തെങ്കിലും ചെയ്. ഓ, പറഞ്ഞു നാവിടത്തില്ല. ദേ വരണു നിന്റെ പുന്നാര ആങ്ങള. പാർവതി എടുത്തിയേ. മോനെ പീയൂഷേ, എത്ര ദിവസമായിടാ നിന്നെ കണ്ടിട്ട്? കഴിഞ്ഞ മാസം നീ എവിടെയായിരുന്നടാ? ഈ ചെറുക്കൻ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞു. നീ ഇങ്ങോട്ട് വന്നേടാ. എടുത്തി പറയട്ടെ, നീ ഇന്ന് വന്നത് ഏതായാലും നന്നായി. ഇന്നേട്ടന്റെ പിറന്നാളാ. എടുത്തി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ, ദേ ഇവിടെ ഇരിക്ക്. ഇന്നമ്മനെ പായസം. എന്തുട്ടി ചെക്കൻ കാണിക്കണേ? ഞാൻ നിന്റെ ഏട്ടത്തിയല്ലേടാ. ഞാൻ നിനക്ക് വല്ല വശം കലക്കി തരുവോ? ആ ഏട്ടത്തേക്ക് എങ്ങനെ പറയാം? ഇതിൽ വല്ല പാമ്പോ പഴുതാരിയോ പല്ലി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇത് കുടിക്കുമ്പോ അച്ഛനെ പിടിച്ചെന്നെ കടിച്ച് ഞാൻ ചത്തുപോയ ആര് സമാനം പറയും? എന്റെ ഈശ്വരാ, നല്ല പായസം. എടുത്തിയേ, നേരെ ഇരുട്ടിയിലോ. ഞാൻ പോവാണ്. ഇന്ന് പോകണ്ട മോനെ, നാളെ പോയാ പോരെ? പോണ എടുത്തിയേ, നമ്മുടെ പിതൃക്കളുടെ അസ്ഥിത്തറയിൽ തിരി കൊളുത്തണ്ടേ? അത് മാത്രല്ല, എനിക്കിവിടെ കിടന്ന് ഉറക്കവും വരില്ല. ഞാൻ പോയിട്ട് അടുത്ത മാസം വരാം എടുത്തിയേ. ശരി മോനെ. ചേട്ടാ, ഈ ലക്ഷ്മണപുരം വരെ ഒന്ന് വന്നോട്ടെ. ആ കേറ്. ഓ, ആ പോവാ. ഹൈ ചേട്ടാ, ടോർച്ച് മുഖത്തടിക്കല്ലേ. ചേട്ടാ, വലിയ ഉപകാരം. ഓ, ഇതൊക്കെ എവിടെ നിന്ന് വന്നടാ? ഓ, എടാ ബിനീഷേ, എന്തിട്ട് പഴോടെ കോഞ്ചറിങ്. ഇന്റർവ്യൂലൊന്നും മുള്ളാൻ പോന്നിട്ട് പേടിച്ചിട്ട് ഞാൻ മുള്ളാൻ പോയില്ല. നിക്കറിൽ മുള്ളിയോന്ന് ചെറിയ സംശയമുണ്ട്. എടാ ഞാനോ ബിനീഷേ, ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ പ്രേതപടങ്ങൾക്ക് എന്നെ വിളിക്കില്ല കേട്ടോ. എടാ അതിന് ഞാൻ വിചാരിച്ചത്ര പേടിക്കാനുണ്ടെന്ന്. ഇതിപ്പോ നമ്മൾ രണ്ടാളും പേടിച്ച് പണ്ടാറടങ്ങിയില്ല. എങ്ങനെ വീട്ടിലെത്തി കയറുന്നു. വാ നീ. പ്രേതപ്പട എന്തുട്ട് പ്രേതപ്പട മക്കളെ? ഇത് വെറുതെ മനുഷ്യന്റെ പൈസ കളയാനായിട്ട്. നിങ്ങൾ പ്രേതത്തെ കണ്ടണ്ട? ഈ സിനിമയിലും നാടകത്തിലും കാണുന്ന പ്രേതൊന്നുമല്ല, നല്ല അന്തസ്സും തറവാടത്തുള്ള ഒറിജിനൽ പ്രേതം. മാടൻ, മറുത, തെണ്ടൻ, യക്ഷി കണ്ടാ നിങ്ങൾ പേടിച്ച് മൂത്രമൊഴിക്കല്ല, ചോര തുപ്പും.
സാറേ, കഴിഞ്ഞില്ലേ? എന്റെ പെർഫോമൻസ് മോശമായില്ലല്ലോ. പേയ്മെന്റ് കിട്ടിയായിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകായിരുന്നു. ദോണ്ടേ എന്റെ ട്രൂപ്പിന്റെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിരിക്കുക. വെളുപ്പിനൊരു നാടകമുള്ളതാണേ, നായിക ഞാനാ. ഇതാ നിങ്ങൾ ചോദിച്ചാലും കൂടുതലുണ്ട്. സാറേ, വലിയ ഉപകാരം. സാറേ, ഇനി എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ അറിയിക്കണോട്ടാ. യക്ഷി മാത്രമല്ല, പല പല വേഷങ്ങളും തകർത്ത് അഭിനയിച്ചിട്ടുള്ളവളാ. ഈ കൊല്ലം കോവളം. സാറേ, എന്നാ ഞാനങ്ങാട്ട്. ഓ, എന്നാ ശരി. എടോ, ഇങ്ങോട്ട് വാടോ. എടോ, പിടിക്ക്. അയ്യോ, എടാ ബിനീഷേ, ഇത് നമ്മൾ നേരത്തെ പാലത്തേക്ക് ചേട്ട ചേട്ടനല്ലേ? അതേലോ സുമേഷേ, ഇതാ ചേട്ടൻ തന്നെയാ. ദേ, നിങ്ങൾ പറയുന്ന കാശ് ഞാൻ തരും. ഞാൻ പറയുന്ന പണി എടുത്തോളണം. പിടിക്ക്. അതിനെന്താ സാറേ, ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി. സത്യം പറഞ്ഞാൽ കാശിനായിട്ടൊന്നല്ല, സുഖമില്ലാത്ത ആളെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞ കാരണം ഒരു മുൻപരിചയില്ലാണ്ടും സാറ് വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നത്. പിടിക്ക്. വേഗം ആവട്ടെ, ആളെ ആശുപത്രി കൊണ്ടുപോകാനുള്ളതാ. അറ്റൻഡറെ, പേഷ്യന്റിനെ ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ആരെയും കാണാൻ അനുവദിക്കണ്ട. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ലാട്ടോ. അതെ മോളെ, മോളെ പോലെ തന്നെ ആ ചേട്ടനും അസുഖം മാറാൻ വേണ്ടി വന്നതാ. നമ്മൾ ആരെയും കളിയാക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതിട്ടോ. അപ്പാപ്പ, ആ ചേട്ടൻ ചത്തോയി. ആ ചേട്ടന്റെ ആത്മാവ് ഇപ്പോൾ വേറെ 2 കയ്യിലാ.
നേരത്തൊട്ടി പറഞ്ഞോരം കണ്ടു നിന്നാലും മായും ഭയമെന്ന മോഹം അവിടെ ആരോ ചിരിച്ചു പോയി കാറ്റു തട്ടിയ കിളി കരഞ്ഞു നിഴൽ പറയും മുഖം മറക്കും പ്രാന്തിന്റെ ഗാനം ഒരിക്കലും തീരില്ല രാത്രി കടലേ ഉള്ളുന്ന കൈകൾ ഉള്ളിലെ തിരിനാണം കത്തുന്നു ദൈവം വരുമോ പിശാചിയോ ഇതെന്തോ അവിശ്വാസം വിറങ്ങലിച്ച മനസ്സിൽ ചാരുലോകം ചാരാതീരം അന്ധകാരം ഒരു പാടം നിലവെളിച്ചപ്പൂവാലൻ മറയുന്നു താണു നിശ്വാസമീരം രാത്രി കടലേ ഉള്ളുന്ന കൈകൾ ഉള്ളിലെ തിരിനാടും കത്തുന്നു ദൈവം വരുമോ പിശാചിയോ ഇതെന്തോ അവിശ്വാസം വിറങ്ങലിച്ച മനസ്സിൽ ചാരുലോകം ചാരാതീരം അന്ധകാരം ഒരു പാടം നിലവെളിച്ചപ്പൂവാലൻ മറയുന്നു താണു നിശ്വാസമീരം Ha ha ha!